നമസ്കാരം. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ മുൻ മേധാവി ഫായിസ് ഹമീദിന് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് സൈനിക കോടതി. അതായത് പാകിസ്ഥാൻ ISIയുടെ മുൻ ഡയറക്ടർ ജനറലായിട്ടുള്ള ഫായിസ് ഹമീദിനാണ് 14 വർഷത്തെ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മേൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ലംഘനം, അനധികൃത രാഷ്ട്രീയമായ ഇടപെടൽ, അധികാര ദുർവിനിയോഗം എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങൾ ചേർത്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഹൗസിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൽ ഫായിസ് ഹമീദ് അറസ്റ്റിലാകുന്നത്. അതിനുശേഷം ദീർഘകാലം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഈ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 14 വർഷത്തെ ശിക്ഷയ്ക്ക് സൈനിക കോടതി വിധിച്ചത് എന്നാണ് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. 2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ഇദ്ദേഹത്തിനെതിരെ ആയിട്ടുള്ള കോർട്ട് മാർഷൽ നടപടികൾ ആരംഭിച്ചത്. 2019 മുതൽ 2021 വരെ ISIയുടെ മേധാവിയായിരുന്നു ഫായിസ് ഹമീദ്. അതിന് തൊട്ടു മുമ്പ് ISI മേധാവി ആയിരുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറാണ്. അസീം മുനീറിനെ അന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ISIയുടെ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള കാരണം അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അസീം മുനീറും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിന്റെ പേരിലാണ് അസീം മുനീറിനെ ISI മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും പകരം ഫായിസ് ഹമീദിനെ ഇമ്രാൻഖാൻ കൊണ്ടുവരുന്നതും. അന്ന് മുതൽ അസീമിന്റെ മനസ്സിൽ ഉടലെടുത്ത പകയാണ് പിന്നീട് പാകിസ്ഥാൻ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങളിലേക്കും രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കുമൊക്കെ കാരണമായത്. പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ പുറത്താകുന്നു. അതിനുശേഷം ഒരു തട്ടിക്കൂട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ വരുന്നു. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. ഇന്ത്യയുമായിട്ടുള്ള യുദ്ധമുണ്ടാകുന്നു. അതിനുശേഷം ഫീൽഡ് മാർഷലായി സ്വയം പ്രൊമോഷൻ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇതാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആകുന്നു. ഭരണഘടനയടക്കം മാറ്റി എഴുതിക്കൊണ്ട് ഒരു വലിയ അധികാര കേന്ദ്രമായി അസീം മുനീർ മാറുന്ന ഈ സാഹചര്യത്തിലാണ് ഇമ്രാൻഖാൻ നേരത്തെ തന്നെ ജയിലിലായി കഴിഞ്ഞിരിക്കുന്നു. ഇമ്രാൻഖാന്റെ ഏറ്റവും അടുത്ത സൈനിക ഉദ്യോഗസ്ഥനായ ഫായിസ് ഹമീദും ഇപ്പോൾ 14 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ളത്. എന്തായാലും പാകിസ്ഥാന്റെ സൈന്യത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് ഈ 14 വർഷത്തെ തടവ് ശിക്ഷ എന്നത്. എന്തായാലും ഇത് പിന്നീട് ഉള്ള രാഷ്ട്രീയത്തെ, പാകിസ്ഥാൻ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക ശേഷിയെയും എങ്ങനെ ബാധിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും അസീം മുനീർ അദ്ദേഹത്തിന്റെ ഈ പ്രതികാര മനോഭാവം തുടരുകയാണ്. പാകിസ്ഥാന്റെ ഒരു വലിയ അധികാര കേന്ദ്രമായി മാറുന്നതിനോടൊപ്പം തന്നെ സൈന്യത്തിലും രാഷ്ട്രീയത്തിലുമുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളെ അദ്ദേഹം ഒതുക്കി മുന്നോട്ട് പോവുകയുമാണ്. ഒരു ഏകാധിപതിയായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ മാറുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.